ഓ പത്രവും വായിച്ച് ചായയും കുടിച്ചങ്ങനെ രസിച്ചിരിക്കുകയാണ്. വല്ലതും അറിയണോ? ഓ ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയേ പറ്റുള്ളൂ. രവിയേട്ടാ, ഞാൻ തൊള്ള പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണില്ലേ? ഇപ്പൊ എത്ര വെച്ചോണ്ടിരിക്കുന്ന എന്തൊരു കഷ്ടമാണ്. എന്താ പണി? ഇത് എന്തോന്നാണ് ഇതിനകത്ത്? നിങ്ങളുടെ ഫോട്ടോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ നേരമല്ല നോക്കി ഇരിക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ചായയാണ്. ഈ വീട്ടിലെ പണികളൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്താൽ തീരൂല. എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിച്ച് പോവാണ് ചേട്ടാ. രണ്ടെണ്ണം അവിടെ പോത്തോലെ കിടന്ന് ഉറങ്ങാണ്. നിങ്ങളാണെങ്കിൽ സഹായിക്കില്ല. ഇനി മുതൽ ഈ വീട്ടിലെ പണി ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ചെയ്യൂല. എല്ലാരും കൂടെ വന്ന് സഹായിച്ച കാര്യങ്ങൾ ചെയ്തു തരും. എന്തോന്ന് ഭഗവാനെ, ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ മൈൻഡ് പോലും ചെയ്യണില്ലേ? ഈ പോക്ക് പോയാൽ ശരിയാവൂല. എന്തോന്ന് നിന്റെ പ്രശ്നം? നിനക്ക് പോകാൻ വൈകി പോണ്ട. പോകാൻ വൈകി പോണ്ടാന്ന്. ഇങ്ങോട്ട് നീയല്ലേ പറഞ്ഞ എങ്ങോട്ടാ പോകാൻ വയ്യാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഇവിടെ പോണോ പറഞ്ഞില്ലല്ലോ. നീ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് പോകാൻ പറ്റില്ലെന്ന്? രവിയേട്ടാ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിന്റെ പ്രശ്നം എന്താണ് പറ. രവിയേട്ടാ, ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞൊരു ഹെൽപ്പ് എന്നെ ചെയ്യാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ആർക്കാനും വേണ്ടി ചെയ്തിട്ട് പോകും. ഇങ്ങനെയാണോ വേണ്ടത് കെട്ടിച്ചുവിടാറായ പെൺപിള്ളേര്? എല്ലാ കാര്യത്തിലും ചെയ്യണ്ടേ? ഒരു കുടുംബം മാനേജ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? അല്ലെങ്കിൽ നാളെ കെട്ടിച്ചു വിടുമ്പോഴേ അവിടുത്തെ വീട്ടുകാർ എന്നെ കുറ്റം പറയുള്ളൂ. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. മണി, അതൊക്കെ ആ സമയമാകുമ്പോ അവര് ചെയ്തോളും. നീ ഇപ്പൊ അതോർത്ത് ഇപ്പഴേ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവര് ചെയ്തോളും. അയ്യോ, അവര് ചെയ്തോളും. മക്കളെ കാര്യം പറയുമ്പോ അച്ഛന് എന്തൊരു സപ്പോർട്ടാണ്. നിങ്ങളെ മൂന്ന് ഒറ്റക്കെട്ട്. രവിയേട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവൾമാരെ പ്രായത്തിൽ ഞാൻ വീട്ടിലെ ജോലികൾ കംപ്ലീറ്റ് ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ആളാണ്. അറിയാലോ, വീട്ടിലെ പണിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അടുക്കളയിലെ കാര്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് ചെയ്തോണ്ടിരുന്നത്. ആരും പറഞ്ഞിട്ടൊന്നും അല്ല. ഇപ്പൊ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി? ഇവളുമാരെ അറിഞ്ഞ് ചെയ്യണില്ല. അത് ചെയ്ത് ശീലിക്കണം. ഇങ്ങനെ ഒന്നും അറിയാതെ ഒരു കാര്യം അറിയാതെ രാവിലെ എണീച്ച് അവളുമാരെ സൗകര്യത്തിൽ നടക്കുക, ഭക്ഷണം കഴിക്കാറാകുമ്പോൾ താഴെ വരിക, 5 കുറ്റം പറഞ്ഞ് എണീച്ച് പോകാന്നുള്ള ഈ പരിപാടി നടക്കൂല ഇനി മുതൽ. ഇവിടെ പോയി കിടക്കണുണ്ട് രണ്ടും. എവിടെ പോയി കിടക്കണം? അവിടെ റൂമിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല. അയ്യോ, കഴിഞ്ഞ ആടിയും പിടിയൊക്കെ കഴിഞ്ഞ എന്താണ്? അച്ഛാ, ഇവളെ എന്നെ ചവിട്ടി തറയിലിട്ടച്ചാ. ഇടി ദുഷ്ട, നിനക്ക് കണ്ണിച്ചോരന്റെ അടി ഇങ്ങനെ പറയാൻ. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ടപ്പോ ഇവിടെ ഉരുണ്ട് അടിച്ചു വീണു. അത് സത്യം തന്നെയാണ്. പക്ഷെ അതിന് ഇവിടെ എന്റെ നെഞ്ചത്ത് കയറി താണ്ടവണാടിയത്. എനിക്ക് ഇടിയിട്ടാത്ത സ്ഥലമൊന്നുമില്ല, എല്ലാം പോയി. നിർത്ത്. രാവിലെ തുടങ്ങി അത് പരാതി പറച്ചില്ല. എന്തൊരു കഷ്ടം ഇത്. ഹൈക്കോടതിയിലെ ജഡ്ജിന് പോലും ഇല്ല ഇത്രയും പരാതി കേൾക്കേണ്ട അവസ്ഥ. അയ്യോ, രാവിലെ എണീച്ച് കേൾക്കാൻ പറ്റിയ അളിഞ്ഞ കോമഡി. സിറ്റുവേഷൻ ഒട്ടും യോജിക്കുന്നില്ല. അനുഭവിച്ചോ? എന്തായിരുന്നു? മക്കളെ പറ്റി ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ. അനുഭവിച്ചു. ഞാൻ ഒരു കാര്യം പറയാം. രണ്ടാളും കൂടെ അമ്മയ്ക്ക് വയസ്സായിട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് വയസ്സായി നിങ്ങളുടെ ഞാൻ പറയണില്ല, പിള്ളേരിക്കുന്നു. നിങ്ങൾ പോയിന്റ് പറ മനുഷ്യ. ഞാൻ പറയാം മക്കളെ. അതായത് ഈ വീട്ടില് ഒരാൾ ഒറ്റയ്ക്ക് ഈ പണികളെല്ലാം ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ 3 പേരുണ്ട്. ഈ 3 പേരും ഇനി മുതൽ എല്ലാ പണിയും ഷെയർ ചെയ്ത് ചെയ്യണം. 3 പേരാ? 4 പേരുണ്ടല്ലോ. നമ്മള് 4 പേരില്ലേ? അല്ല, നിങ്ങൾ 3 പേരുണ്ട്. നിങ്ങൾ 3 പേരും വേണ്ട എല്ലാ പണികളും ചെയ്യാൻ. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് ചെയ്യും. എനിക്ക് വേറെ വർക്കില്ല പണി. ഓ, ഇത് വർക്കല്ലേ? ശരി, എന്നാ ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ ഈ വീട്ടിലെ വർക്കെല്ലാം നമ്മൾ 4 പേരും കൂടെ ഒരേപോലെ ചെയ്യണം. ഒരാളായിട്ട് ഇനി ചെയ്യണ്ട. എന്താ? അത് ന്യായം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഇനി എല്ലാം അച്ഛൻ എന്തോ അങ്ങനെയൊക്കെ സംസാരിച്ചേ? ഞങ്ങള് പണി ചെയ്യാറുണ്ടല്ലോ ഇവിടത്തെ. ഒന്നുമില്ലെങ്കിൽ ഇവള് പണി ചെയ്തില്ലെങ്കിൽ ഞാൻ പണി ചെയ്യാറില്ല അച്ഛാ. നല്ല ആളെ കൂട്ടുപിടിച്ചോ. ഏത് കാര്യം പറയാതെ ചെയ്തിട്ടുള്ളത് ഇതുവരെ? എന്റെ അമ്മ, എന്തു അമ്മ, ഇന്നലല്ല ഞാൻ റൂം എല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ടത്. പിന്നെ ഇനി മുതൽ എല്ലാ പണിയും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. ഒരുമിച്ച് ചെയ്താ മതി. അറിഞ്ഞു ചെയ്യണം. എന്താ അച്ഛാ, കുറച്ച് കഴിയുമ്പം എന്തായാലും നിങ്ങൾ എന്നെ കെട്ടിച്ചു വിടും. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് എന്തായാലും ഞാൻ ഈ പണിയൊക്കെ എടുക്കണം. അപ്പൊ എനിക്ക് ഇപ്പൊ ഇച്ചിരി റെസ്റ്റ് താ. ഞാൻ കുറച്ച് എനർജി ഒക്കെ സംഭരിക്കട്ടെ. എനിക്ക് ഈ പണിയൊന്നും പറ്റില്ല. മിസ് രവീന്ദ്രനാഥൻ, മിസ് മണിക്കുട്ടി, നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് പറ്റില്ലത്. പറ്റൂല, എനിക്ക് പോകാൻ കിട്ടും. അവള് മുങ്ങി. പറഞ്ഞേട്ടോ. അവള് പറഞ്ഞതിൽ കാര്യമുണ്ട് അച്ഛാ. തല്ലുകൊള്ളി ആണെങ്കിൽ അവള് പറഞ്ഞത് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശരിയാണ്. എന്തായാലും 2-3 വർഷത്തിനകം നിങ്ങൾ എന്നെ കെട്ടിച്ചു വിടും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യേണ്ടി വരില്ലേ? അതുവരെ എനിക്ക് റെസ്റ്റ് വേണം. അതുകൊണ്ട് ഐ ആം വെരി സോറി അച്ഛാ, അമ്മ. എനിക്കിപ്പോ എന്തായാലും ജോലി ചെയ്യാൻ പറ്റൂല. സോറി. ഞാൻ പോണു. അനങ്ങാ കള്ളികള് 2 മുങ്ങി. കണ്ടാ പിള്ളമാരെയൊക്കെ പാഠം പഠിപ്പിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ഇനി ഒരു ഐഡിയ ഉണ്ട്. പണി കൊടുക്കാൻ പോവാ. വേണ്ട. എന്ത്
ഇവിടെ ആർക്ക് പണി കൊടുത്താലും അവസാനം എനിക്ക് വന്നാണ് കൊള്ളുന്നത്. അതുകൊണ്ട് വേണ്ട മണി. നിങ്ങൾ നോക്കിക്കോ, ഞാൻ വെച്ചിട്ടുണ്ട്. ചെയ്തിട്ട് തന്നെ പറ കാര്യം. ഞാൻ പറയണ നിങ്ങൾ വെറുതെ ഇടപെട്ട് കോളാക്കാതിരുന്നാൽ മതി. അവസാനം അനുഭവിക്കുന്ന ഞാനാണ് ഇവിടെ. ആ ചിലപ്പോ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഇരുന്ന ശരിയാവില്ല, പ്ലാൻ നടക്കൂല. എന്തോ പണി എനിക്ക് കിട്ടും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.